ബീഹാറിൽ ആവേശമാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പട്നയിൽ പ്രധാനമന്ത്രിയുടെ മെഗാ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ബീഹാറിൽ പ്രധാനമന്ത്രി എത്തിച്ചേരുകയാണ് വീണ്ടും. എന്തായാലും വലിയൊരു ആവേശം അലതല്ലുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ നന്നായി തകൃതിയായി തന്നെ NDAയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോവുകയാണ്. പ്രധാനമന്ത്രിയുടെ മെഗാ റോഡ് ഷോ കൂടി ആരംഭിക്കുന്നതോടെ അത് അതിന്റെ പാരമ്യത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ബീഹാറിൽ ആവേശമാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പട്നയിൽ പ്രധാനമന്ത്രിയുടെ മെഗാ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാനമന്ത്രി നേരത്തെയും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തിരുന്നു. വീണ്ടും പ്രധാനമന്ത്രി എത്തുന്നതോടുകൂടി പ്രചാരണം ചൂടുപിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജിഷ്ണു കൃഷ്ണനിലേക്ക്. ജിഷ്ണു, പറയൂ. പട്നയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ബീഹാറിൽ NDA ക്യാമ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് പകർന്നുകൊണ്ട്, ആത്മവിശ്വാസം പകർന്നുകൊണ്ടാണ് നരേന്ദ്രമോദി ബീഹാറിൽ എത്തിയിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അത്രയധികം ആളുകൾ ഈ റോഡിന്റെ ഇരുവശവും എത്തിയിട്ടുണ്ട്. അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതിന് വേണ്ടി പാർട്ടി പ്രവർത്തകരും അല്ലാതെ ബീഹാറിലെ ജനതയുമാണ് എത്തിയിട്ടുള്ളത്. ബീഹാറിന്റെ തനത് കലാരൂപങ്ങൾ അത് പ്രകടിപ്പിച്ചുകൊണ്ടും അത് പ്രദർശിപ്പിച്ചുകൊണ്ടും അവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കുന്നു. ഇത് മൂന്നാമത്തെ റാലിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മൂന്നാമത്തെ റോഡ് ഷോയാണ്. 12 റാലികൾ പ്രധാനമന്ത്രിക്ക് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. പട്നയെ സംബന്ധിച്ച്, ബീഹാറിനെ സംബന്ധിച്ച് NDAയുടെ ഭരണം നേതൃത്വത്തിൽ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ഈ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് BJP NDA ക്യാമ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ കൂടുതലായി സ്വാധീനിക്കാൻ ബീഹാറിൽ നിലനിന്നിരുന്ന ജംഗിൾ രാജ് ഭരണത്തിൽ നിന്ന് ബീഹാറിനെ മോചിപ്പിക്കുമെന്ന മുദ്രാവാക്യത്തോടു കൂടിയായിരുന്നു NDA ബീഹാറിന്റെ മണ്ണിലേക്ക് കടന്നു വന്നത്. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ആ വാഗ്ദാനം പാലിക്കാനായെന്നും ജംഗിൾ രാജിന്റെ ഓർമ്മകൾ മറികടന്നുകൊണ്ട് ബീഹാറിനെ വികസനത്തിലേക്ക് നയിക്കാൻ സാധിച്ചു എന്ന പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് റാലികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി നിതീഷ് കുമാറും ഒപ്പം NDAയുടെ നേതാക്കളും എല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ പട്നയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിക്കും. അതിനായുള്ള ട്രയൽ റൺ പൂർത്തിയായി കഴിഞ്ഞു. കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഒപ്പം 10,000-കണക്കിന് ജനങ്ങളാണ് റോഡിന്റെ ഇരുവശവുമായി ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. റോഡിന്റെ ഇരുവശങ്ങളിലും പ്രത്യേക ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ ജനങ്ങളെ നിയന്ത്രിച്ചിരിക്കുകയാണ്. അത്രയധികം വലിയ തിരക്ക്, 10,000 പങ്കെടുക്കുന്ന ഈ റാലി മതി മോദി എന്ന ബ്രാൻഡിന്റെ തിളക്കം ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് എന്നതിന്റെ തെളിവാണ് പട്നയിൽ ഈ തടിച്ചുകൂടിയിട്ടുള്ള ജനസാഗരം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയധികം ജനങ്ങളാണ്, ജനപങ്കാളിത്തമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുള്ളത്. അവർ കഴിഞ്ഞ അരമണിക്കൂറിലധികമായി കാത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി പട്നയിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ റോഡ് ഷോ ആരംഭിക്കും. അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. NDAയെ സംബന്ധിച്ച് BJP 101 മണ്ഡലങ്ങളിലും JDU 101 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നു. ഇരു പാർട്ടികളും, അതായത് കഴിഞ്ഞ ദിവസം അഭിപ്രായ സർവേകൾ ഉൾപ്പെടെ പുറത്തു വന്നത് തെരഞ്ഞെടുപ്പിൽ 80-ലധികം സീറ്റുകൾ നേടിക്കൊണ്ട് BJP സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകും എന്ന അഭിപ്രായ സർവേകളാണ് പുറത്തു വന്നത്. അത് വ്യക്തമാക്കുന്ന തരത്തിലാണ് BJPയുടെ NDAയുടെയും ഓരോ തെരഞ്ഞെടുപ്പ് റാലികളിലും പൊതുപരിപാടികളിലും എത്തുന്ന ജനക്കൂട്ടം. അവർ വികസനത്തോടൊപ്പം നിൽക്കുന്നു എന്ന പ്രതികരണമാണ് ജനങ്ങൾ നടത്തുന്നത്. ശരി ജിഷ്ണു. ബീഹാറിൽ ആവേശമാകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പട്നയിൽ പ്രധാനമന്ത്രിയുടെ മെഗാ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. പ്രധാനമന്ത്രിയെ കാണാൻ റോഡിന്റെ ഇരുവശങ്ങളിലുമായി ആയിരക്കണക്കിന് ആളുകളാണ് തിങ്ങി നിറഞ്ഞിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്.